ഫയർ സർവീസിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ഡെമോ സെക്ഷന്റെ അവിടെയാണ്. നിങ്ങൾ രജനികാന്തിന്റെ പടം കണ്ടില്ലേ? അതേപോലത്തെ ഒരു റോബോയാണ് ഇപ്പൊ നമ്മളെ പണി ഇത് എടുക്കുന്നുണ്ട്, റോബോ എടുക്കുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല സംഭവം. ഇത് എന്താണെന്ന് അറിയാമോ, നമുക്ക് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇത് തന്നെ വർക്ക് ചെയ്തോളും കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം ചീറ്റി ഏകദേശം 65 മീറ്ററോളം വെള്ളം ചീറ്റി ഇതെന്ത് ചെയ്യും, നമ്മളെ തീ അണയ്ക്കും. അപ്പൊ മനുഷ്യർക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, അതായത് വലിയ ടാങ്കറൊക്കെ പൊട്ടാൻ നേരത്ത് എന്താണ് അവിടെ പോയി വർക്ക് ചെയ്താൽ ചിലപ്പോൾ എന്താണ് മനുഷ്യന് ആപത്തുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു ഫ്രഞ്ച് സാധനമാണ്, വിദേശിയാണ് കേട്ടോ. ഏകദേശം 200 കിലോ വെയിറ്റ് ഇതിന് താങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകും. ഇതിന്റെ മുകളിൽ സ്ട്രെച്ചർ നമ്മൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആളിനെ വേണമെങ്കിൽ നമുക്ക് ദുരന്ത മുഖത്ത് നിന്ന് അത്യാവശ്യം എത്തിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു പടിയെ സ്റ്റെപ്പൊക്കെ ഇത് സുഖമായിട്ട് കയറിപ്പോകും. ഒരു 40 ഡിഗ്രി ചരിവൊക്കെ ഇതിന് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സൈഡ് ചരിഞ്ഞ് 35 ഡിഗ്രി ചരിവിൽ ഇതിന് പോകാനായിട്ട് പറ്റും. 5 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോകുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാം. ഇതിന് അത് കഴിഞ്ഞ് ഇതിന് 1500 ഡിഗ്രി സെൽഷ്യസോളം ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ മെറ്റൽ പാർട്സുകളൊക്കെ ഓക്കെ അത്രയും വിസ്റ്റാൻഡ് ചെയ്താണ് പോകുന്നത്. അലുമിനിയം അലോയ് കൊണ്ടാണ് ഇത് എന്താണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഓട്ടിക്കാം. ഇത് 360 ഡിഗ്രി നിന്ന് കറങ്ങി ഇത് വർക്ക് ചെയ്യും. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും സാർ. ഓക്കെ അല്ലേ, ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചത്. ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം 1.26 ക്രോർസാണ്, 1.25 കോടി കേട്ടോ. ഇതേപോലത്തെ 3 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലാകെ 3 നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്, എറണാകുളത്ത് ഒരെണ്ണമുണ്ട്, കോഴിക്കോട് ഒരെണ്ണമുണ്ട്. ഇതിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ചാർജ് ചെയ്ത് ഇത് 5 മണിക്കൂർ നമുക്ക് ബാക്കപ്പ് ഉണ്ട്. 5 മണിക്കൂർ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 5 മണിക്കൂർ ഇത് സുഖമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കണ്ടോ. ഇതാണ് അതിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഫിക്സഡ് മോണിറ്റർ ആണ്, വാട്ടർ കാനോൺ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് കണ്ടോ. ഇത് ഏത് ഡയറക്ഷനിൽ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം അടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു മിനിറ്റിൽ ഏകദേശം 2000 ലിറ്റർ വെള്ളം ഇതുവഴി അത് പമ്പ് ചെയ്യും. ക്യാമറ ഉണ്ട്, ഫ്രണ്ട് ക്യാമറ ഉണ്ട്. 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയുണ്ട്. അതിന് താഴെ ഉള്ളത് തെർമൽ ഡിറ്റക്ഷൻ ക്യാമറയാണ്. ഇത് രണ്ടും ഉണ്ട്. ഇതുണ്ടോ നിങ്ങൾ, ഇത് തെർമൽ ഡിറ്റക്ഷൻ നിങ്ങളെ കാണാൻ പറ്റും. ഇനി മറ്റേ അതാണ്ടോ, നോർമൽ ക്യാമറയാണ്. അകത്തേക്ക് വെളിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. വെളിയിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. നമുക്ക് നോക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം ഇതിന് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. 1 കിലോമീറ്റർ നമുക്ക് നോക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ ഇതിനെ നിന്ന് കണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മറ വരും. കാരണം ഇത് വയർലെസ് സെറ്റ് ഇതുവരെയല്ലേ വരുന്നത്, ആന്റിന വഴിയല്ലേ വരുന്നത്. അപ്പൊ ഇതിന്റെ അതങ്ങ് എത്തണ്ടേ. ബിൽഡിംഗ് കൊളാപ്സിൽ കയറുന്നത് ബിൽഡിങ്ങിലൊക്കെ നമുക്കില്ലേ. അല്ല, ഇതിപ്പോ നമുക്കിപ്പം കമ്മീഷൻ ചെയ്ത് വന്ന സാധനം വന്നതേ ഉള്ളൂ. ഇല്ല, വലിയ ഫയർ ഇവിടെ തിരുവനന്തപുരത്ത് വന്നില്ല. വലിയ ഫയർ വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. നിങ്ങൾക്ക് എല്ലാ മീഡിയയിൽ കാണാൻ പറ്റും. വരാതിരിക്കട്ടെ. ആ, ഇത് ഷാർക്ക് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് കമ്പനിയാണ് ഇത് ഇറക്കിയേക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ താങ്ക് യു. ഇനി അങ്ങോട്ട് സമയമുള്ളവർക്ക് അങ്ങോട്ട് വരാം. എങ്കിൽ ബാക്കി LPGയുടെ ഫയറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളിപ്പോൾ കയറിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫയർ സർവീസിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ഡെമോ സെക്ഷന്റെ അവിടെയാണ്. ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതെന്നാണ് ഇവിടെ മുഴുവൻ ഈ വലിയൊരു മരത്തിന്റെ ചുറ്റും നമ്മൾ ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്ത് വിജയിച്ച സംഭവങ്ങളാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഡെമോയിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്